ഇവരാണ് ഖുർആനും സുന്നത്തും വേണമെന്ന് പറയുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ചുരുക്കുകയാണ്. നോമ്പിനെ സംബന്ധിച്ച് നമ്മളെ സക്കരിയ സലാഹി പറയുന്നു, സുബഹി ബാങ്ക് കൊടുത്താ പോരാ, സുബഹി ബാങ്കും കൊടുത്തിട്ട് അതിന്റെ ശേഷം ഇഖാമത്ത് കൊടുത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കാന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. പൊതുവെ നബിയുടെ അത്താഴത്തിന്റെ പതിവ് ഇപ്രകാരമായിരുന്നെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സുബഹി ബാങ്ക് വിളിക്കുമ്പോഴും ഇഖാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി അനുവദിച്ചിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന വേറൊരു സംഗതിയാണ്. അതെന്താണ്? സുബ്ഹാനല്ലാഹ്, ഫാത്തിഹ ഓതിയാല് അവർക്ക് പറ്റൂല. അവർക്ക് എന്താ വേണ്ടതെന്നറിയോ? ഫാത്തിഹയ്ക്ക് പകരം ഫാത്തിഹന്റെ അർത്ഥങ്ങൾ ഒരു പാട്ടാക്കി. എങ്ങനെ? സർവേശ്വരന് സർവസ്തോത്രങ്ങളും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞാണ്. അതുപോലെ തുടങ്ങിയിട്ട് പാട്ട്. എന്നിട്ട് ഈ പാട്ട് നമ്മളൊക്കെ ഫാത്തിഹ ദ്വാരക്കുമ്പോ ഏതൊക്കെ ഒരു ആലിമീങ്ങളെ കൊണ്ട് ദ്വാരപ്പിച്ച് ആമീൻ പറയാ, ഒരു തങ്ങന്മാരെ കൊണ്ട് ദ്വാരപ്പിച്ച് ആമീൻ പറയുകയുള്ളൂ. എന്നാൽ ഇവരെ പരിപാടി എന്തറിയോ? 2 1 നമ്പർ പെൺകുട്ടികളെ വിളിക്കുക. അതിനിട്ട് ആ പെൺകുട്ടികൾ സ്റ്റേജിൽ കയറുക. എന്നിട്ട് മൗലവിമാരും മുജാഹിദീങ്ങളൊക്കെ അതബോധ ഗുരുത്തത്തോടെ ജനഗണമന ചെല്ലുമ്പോൾ നിൽക്കുന്ന മാതിരി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഈ 2 പെൺകുട്ടികൾ ഫാത്തിഹന്റെ അർത്ഥം മലയാളത്തിൽ പാട്ടാക്കിയിട്ട് പാടുക. ഇവരിങ്ങനെ ഭക്തിയോടെ നിൽക്കുക. സെലഫി ഫെസ്റ്റ, സെലഫി ഫെസ്റ്റ്. എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ പരിപാടി ഫാത്തിഹ ഓതിയല്ലോ. പിന്നെ അടുത്ത പരിപാടി കുപ്പായിടാത്ത കുറച്ച് ചെണ്ടോട്ടുന്ന മുട്ടുകാര്. ആ മുട്ടുകാര് കുറച്ച് പെണ്ണുങ്ങന്മാരും കുറച്ച് പെൺകുട്ടികളും ആൺകുട്ടികളും. എന്നിട്ട് മുന്നില് പെൺകുട്ടികള് മക്കളെ ഇട്ടിട്ട് ബാനർ, സെലഫി ഫെസ്റ്റ് ബാനർ. ബേക്കില് കുപ്പായിടാത്ത ഈ അവര് ചെണ്ടുണ്ടുണ്ടുണ്ടുണ്ടുണ്ടുണ്ടെന്ന് മുട്ട്. അങ്ങനെ മുട്ടിയിട്ട് സെൽഫികൾ ഇങ്ങനെ പോവാണ്, ആണും പെണ്ണൊക്കെ കലർന്നിട്ട്. അപ്പോ കുറച്ച് കരടികളും, മുജാഹിദ് മൗലവിമാർ കരടിയായതാണ്. എന്നിട്ട് കരടിന്റെ തുള്ളു, ഭയങ്കര തുള്ളു. അങ്ങനെ കരടി തുള്ളിക്കൊണ്ടിരിക്കുമ്പോ മുട്ട്, ഉറഞ്ഞ മുട്ട്, തന്നെ മുട്ട്. അങ്ങനെ മുട്ടുമ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഫാത്തിഹ ഓതിയിട്ട് തുടങ്ങിയതായി. അതിൽ പിന്നെ ഒരു നമ്മുടെ നാട്ടിൽ ഓണപ്പെട്ടെന്ന് ഒരു ഓണത്തിന്റെ ഒരു മഹാബലി എന്ന് പറഞ്ഞ് വരാന് ഭയങ്കര താടി ഒരു കൊടയെല്ലെടുത്തൊരു ചങ്ങാതി. പിന്നെ നോക്കുമ്പോ മുസ്ലിം പെണ്ണുങ്ങള് മക്കനെ ഇട്ടിട്ട് അവരും ഹിന്ദു സ്ത്രീകളും താലപ്പൊലി. നിങ്ങൾ വിളക്ക് കാണില്ലേ, അയ്യപ്പ വിളക്ക്, അതെന്നെ പരിപാടി, സെലഫി ഫെസ്റ്റ. അതും കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേജുമ്മന് വന്നിട്ട് പിന്നെണ്ടൊരു പരിപാടി. അത് പുരുഷന്മാര് നോക്കുന്നത് ഗുണമില്ല, അവിടെ പെണ്ണുങ്ങൾ മാത്രം നോക്കിയാൽ മതി. ബാനർ സെലഫി ഫെസ്റ്റ് നിങ്ങൾ ആണുങ്ങളൊന്നും ഉൾക്കൊള്ളി, അവിടെ നടക്കുന്ന സംഖ്യ ഒന്നും ആണുങ്ങൾ നോക്കണ്ട, അത് പെണ്ണുങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കാണിക്കാം. ഇതൊന്ന് വെച്ചു കൊടുക്കുമോനെ, സെലഫി ഫെസ്റ്റ് ആണ്. ആദ്യം ഫാത്തിഹ മലയാളത്തിൽ വരട്ടെ. മേപ്പയൂർ സലഫി അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാട്ടിലേരി അബ്ദുള്ള സാഹിബ്, മുസാജിദ ഫാറൂഖി, സലഫി പ്രസ്ഥാനത്തിന്റെ സലഫി അസോസിയേഷന്റെ ഭാരവാഹികളെ, പ്രിയം നിറഞ്ഞ നാട്ടുകാരെ, സകലേശന്റെ തിരുനാമത്തിലാരംഭിപ്പൂ. നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനാക സകല സ്തോത്രങ്ങളും. പരമകാരുണ്യവാൻ ദാക്ഷിണ്യ നികേതനം വിധി ചൊല്ലിടും ദിവസത്തിന്റെ അധിപതി. നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങേ മാത്രം, സതതം സഹായമർത്തിപ്പതും തിരുമുമ്പിൽ. നയിക്കേണമെങ്ങളെ നേരായ മാർഗത്തിങ്കൽ, നിന്നനുഗ്രഹ പാത്രമായോ തൻ മാർഗങ്ങളിൽ. അങ്ങയാൽ വെറുക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗഭ്രഷ്ടന്മാർ തൻ പാതയുമല്ല നൂനം. ൂസമൂലവി തിരിതെടുത്തൊരു കൊണ്ടീവും എവിതക്കിനാവു പോലെ
ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम्। സെലഫി ഫെസ്റ്റ എന്തെല്ലാം തോന്നിവാസങ്ങളാണ്. ഖുർആൻ സുന്നത്തിലേക്ക് ക്ഷണിക്കാൻ. ഇതാണോ ഖുർആൻ സുന്നത്ത്? ഇതാണോ ഇസ്ലാം ദീൻ? وَقُلْ لِلْمُؤْمِنِينَ يَغُضُّوا مِنْ أَبْصَارِهِمْ وَيَحْفَظُوا فُرُوجَهُمْ ذَلِكَ أَزْكَى لَهُمْ. അന്യ സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കരുതെന്ന് ഖുർആൻ പറയുമ്പോൾ പച്ചയായി പെൺകുട്ടികളെ, യുവതികളെ സ്റ്റേജിൽ കയറ്റിയിട്ട് നടക്കുന്ന തോന്നിവാസങ്ങൾ സലഫി ഫെസ്റ്റാണ് പോൽ. ഇത് ഖുർആൻ സുന്നത്തിലേക്ക് ക്ഷണിക്കലാണ് പോൽ.